തലചുറ്റിക്കെടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരാൾ, ബോധക്ഷയം വന്ന ഒരാൾക്ക് നമ്മൾ നാട്ടിൽ എന്താ ചെയ്യുമോ, അയാളുടെ മുഖത്തേക്ക് ഇത്തിരി വെള്ളം തെളിയും, അയാൾ ചാടി എണീക്കും. ഈ വെള്ളത്തിന് അത്രമേൽ പവറുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഈ പ്രതലത്തിലിരുന്ന് നമ്മൾ ഇവർക്ക് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള റിലാക്സേഷൻ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ആൽഫ ലെവലിലെത്തിക്കും. നെർവ് സിസ്റ്റം വളരെ ശാന്തതയിലേക്ക് എത്തുകയും പ്രിഫോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവും. കാരണം വെള്ളം അങ്ങനെയാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ കുളിക്കുക, വെള്ളത്തിൽ കിടക്കുക, വെള്ളം ആസ്വദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും വളരെ ഇഷ്ടമാണ്. എത്ര സമയം വെള്ളത്തിൽ കിടന്നാലും നമുക്ക് മതിയാവില്ല. ഓരോ പുഴകളിലും കണ്ടു കഴിഞ്ഞാൽ എത്ര സമയം അവരവിടെ വന്ന് കിടക്കുന്നത്, ഓരോ റിസോർട്ടുകളിലും എത്ര സമയമാണ് അവിടുത്തെ പൂളിൽ വന്ന് കിടക്കുന്നത്. കാരണം ഇതാണ്, വെള്ളവുമായിട്ട് നമുക്ക് അഭേദ്യ ബന്ധമുണ്ട്. നമ്മുടെ പ്രിഫോണ്ടൽ കോർട്ടെക്സ് വെള്ളത്തിൽ കിടക്കുമ്പോൾ വളരെ ശാന്തതയിലേക്ക് നയിക്കും. അങ്ങനെ ശാന്തതയിൽ അവരെ ഹിപ്നോതെറാപ്പി ചെയ്ത് സമ്പത്തിലേക്ക് നയിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ ബക്കറ്റിലോ കാലൊന്ന് ഇറക്കി വെച്ച് ചെയ്യൂ. അല്ലെങ്കിൽ ഈ വോയിസ് നിങ്ങളുടെ അടുത്തുള്ള പുഴയിലോ തോട്ടിലോ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ കുളിമുറിയിലോ ഒരു വലിയ ബക്കറ്റിൽ കാലുകൾ വെച്ചുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള സമ്പത്തിനെ ആകർഷിക്കുന്ന ആ മാഗ്നറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ട്. അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതിനെയൊക്കെ തേടി ആളുകൾ വരും. നിങ്ങൾക്ക് റിച്ച് ആവാൻ കഴിയും. അതിനാദ്യം വേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റിച്ച് ആവുക എന്നുള്ളതാണ്. അതിനുള്ളതാണ് ഈ വീഡിയോ. ഇതൊന്ന് ആവർത്തിച്ച് എല്ലാ ദിവസവും കേൾക്കൂ. 21 ദിവസം കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. എന്നിട്ട് വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അനുഭവം ഇടും. 21 ദിവസം തുടർച്ചയായിട്ട് കേൾക്കും. അപ്പോൾ നമ്മളൊരു മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. നട്ടെല്ല് നിവർത്തിയിരിക്കുക, മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരട്ടെ. സബ് കോൺഷ്യസ് മൈൻഡിൽ പണത്തെ ആകർഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളെ മാറ്റുന്നതിനുള്ള ഒരു റിലാക്സേഷൻ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഹിപ്നോ തെറാപ്പി പ്രോഗ്രാമാണ്. മുഖത്തൊരു പുഞ്ചിരി വിടരട്ടെ. ആദ്യം നമ്മൾ റിലാക്സ് ചെയ്യുന്നതിന് മുമ്പ് സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ സന്തോഷങ്ങളൊന്ന് ഓർത്തേൻ. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടിയത്, സമ്പത്ത് കൊണ്ട് നിങ്ങളെ മനോഹരമായ വസ്ത്രം മേടിച്ചത്, വാഹനം മേടിച്ചത്, നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഭംഗിയായിട്ട് ആശുപത്രി ബില്ലടച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞത്, ഏൺ ചെയ്തപ്പോൾ ആദ്യത്തെ ഇൻകൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ സന്തോഷം, നിങ്ങളെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു കുറി ചേർന്ന് അതിനെ വർദ്ധിപ്പിച്ച കുറി കിട്ടിയ സമയത്ത് നിങ്ങളുടെ സന്തോഷം, അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയോ ആഭരണങ്ങളോ വാഹനമോ മേടിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കണ്ടേൻ. അത് ആ സന്തോഷം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നേ. യെസ്. അപ്പം നമ്മൾ ശാന്തതയിലേക്ക്, റിലാക്സേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ കാലുകൾ സമൃദ്ധമായ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ കാലിലൂടെ തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. കാലിൻ്റെ പാദങ്ങളിൽ നിന്ന് തണുപ്പ് പതുക്കെ പതുക്കെ മുട്ടിലേക്കും തുടകളിലേക്കും അരക്കെട്ടിലേക്കും പുറത്തേക്കും കഴുത്തിലേക്കും തലയിലേക്കും വ്യാപിക്കുകയാണ്. സുഖകരമായ ശാന്തമായ അവസ്ഥ, സുഖകരമായ ശാന്തമായ അവസ്ഥയിലേക്ക് മനസ്സ് കീഴോട്ട് 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 പോവുകയാണ്. സമൃദ്ധമായ വെള്ളത്തിലാണ് നമ്മുടെ കാലുകൾ. ആ സമൃദ്ധി നമ്മുടെ ശരീരത്തിനെ മുഴുവൻ തണുപ്പിച്ച് 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 മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ സമൃദ്ധിയുണ്ട്, വെള്ളത്തിൻ്റെ സമൃദ്ധിയുണ്ട്, വെള്ളത്തിൻ്റെ സമൃദ്ധിയുണ്ട്. കൺപോളകൾ താഴോട്ട് വന്ന് ഭാരം, മുകളിലെ കൺപോളയുടെ ഭാരം താഴെയുള്ള കൺപോളയിൽ വന്ന് മുട്ടുന്നതറിയില്ല. കൺപീലികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ നിങ്ങൾ സുഖകരമായ ശാന്തമായ വിശ്രമാവസ്ഥയിലേക്ക് കീഴോട്ട് 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 പോവുകയാണ്. വായ ഇറുക്കി അടയ്ക്കേണ്ട, ആയാസം വരുത്, കുറച്ച് തുറന്നിടുക. തല പരിപൂർണമായി
പൂർണ്ണമായി തളർത്തി 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 തളർത്തിയിടുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. കഴുത്ത് തളർത്തിയിടുക, ഷോൾഡറുകൾ തളർത്തിയിടുക, റിലാക്സ്. കൈകൾ രണ്ടും തളർത്തിയിടുക, തളർത്തിയിടുക, തളർത്തിയിടുക. വിരലുകൾ ജോയിന്റുകളെല്ലാം വിട്ട്, വിരലുകളിൽ നിന്ന് വിട്ട്, കൈകളിൽ നിന്ന് വിട്ട്, ജോയിന്റ് വിട്ട് തളർത്തിയിടുക, റിലാക്സ്. നെഞ്ച് തളർത്തിയിടുക. വയറിന്റെ മുകൾ ഭാഗവും നടുഭാഗവും അടിഭാഗവും തളർത്തിയിടുക, റിലാക്സ്, റിലാക്സ്. ശരീരത്തിന്റെ രണ്ട് വശവും തളർത്തിയിടുക, റിലാക്സ്. പുറം ഭാഗം തളർത്തിയിടുക, റിലാക്സ്. അരക്കെട്ട് തളർത്തി തളർത്തിയിടുക. സുഖകരമായ ശാന്തമായ വിശ്രമാവസ്ഥയിലേക്ക് കീഴോട്ട് പോവുകയാണ്. ഉറക്കത്തേക്കാൾ സുഖകരമായ വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സ് തുടകളിനെ തളർത്തിയിട്ടുകൊണ്ട്, കാലിൻ്റെ മുട്ടിനെ തളർത്തിക്കൊണ്ട്, വെള്ളത്തിലുള്ള ഭാഗങ്ങൾ ഓരോന്നായി തളർത്തി, ശരീരത്തിൻ്റെ കാലിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞ് 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 വെള്ളത്തിൽ തൂങ്ങി കിടക്കുകയാണ്. ബോഡിയിലെ മുഴുവൻ ടെൻഷൻ റിലീസ് ചെയ്തിരിക്കുന്നു. സമൃദ്ധമായ വെള്ളത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ശാന്തതയിലേക്ക്, നിങ്ങളുടെ ന്യൂറോ സിസ്റ്റം മുഴുവൻ ശാന്തതയിലേക്ക്, ബ്രെയിൻ സിസ്റ്റം മുഴുവൻ ശാന്തതയിലേക്ക്, നെർവ് സിസ്റ്റം മുഴുവൻ ശാന്തതയിലേക്ക് കീഴോട്ട് പോവുകയാണ്. ഈ ശാന്തത ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോഴേക്കും ആഴങ്ങളിലേക്ക് പോകണം. 1, ശരീരം പരിപൂർണ വിശ്രമാവസ്ഥയിലാണ്. 2, മനസ്സും ശരീരവും പൂർണ്ണ വിശ്രമാവസ്ഥയിലാണ്. 3, പൂർണ്ണ വിശ്രമാവസ്ഥയിലാണ്. വെള്ളം പോലെ നിങ്ങളുടെ മുമ്പിൽ സമ്പത്ത്, നിങ്ങളുടെ മുമ്പിലുള്ള വെള്ളം പോലെ നിങ്ങളുടെ മുമ്പിൽ സമൃദ്ധമായി സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങൾ അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ്. അസാമാന്യമായ സ്കില്ലുള്ള വ്യക്തിയാണ്. അസാമാന്യമായ ബുദ്ധിയുള്ള വ്യക്തിയാണ്. ആ കഴിവുകളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെള്ളത്തിന് സമൃദ്ധിയുള്ള പോലെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കുക. വെള്ളത്തിൻ്റെ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. അതുപോലെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ അസാമാന്യമായ ശാന്തതയിലാണ്. ശരീരം പരിപൂർണ വിശ്രമാവസ്ഥയിലാണ്. നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് അറിയാം. ആ കഴിവുകളെയെല്ലാം നിങ്ങൾ സമ്പത്താക്കി മാറ്റുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ സമ്പത്താക്കി മാറ്റുമ്പോൾ നിങ്ങളിലേക്ക് വെള്ളം പോലെ പണം ഒഴുകി വരുന്നത് അറിയുക. വെള്ളം പോലെ പണം ഒഴുകി വരുന്നതായി അറിയുക. നിങ്ങൾ നിങ്ങളിൽ അതീവ വിശ്വാസമുള്ള ആളാണ്. You trust yourself more every day. You trust yourself more every day. നിങ്ങളുടെ കോൺഫിഡൻസ് ഓരോ ദിവസം ചെല്ലുന്തോറും മെച്ചപ്പെട്ട് വരികയാണ്. കോൺഫിഡൻസ് ഈസ് ഗ്രോവിംഗ് quietly inside you. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പഠിക്കാൻ തയ്യാറാണ്, വളരാൻ തയ്യാറാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പഠിക്കാനും വളരാനും തയ്യാറായതുകൊണ്ട് മോഡേൺ മാർഗത്തിൽ, പുതിയ ലോകത്തിൻ്റെ ക്രമത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സമ്പത്ത് സൃഷ്ടിക്കാനുമുള്ള ശേഷി നിങ്ങളുടെ കൂടി വരികയാണ്. സമ്പത്ത് സൃഷ്ടിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കൂടി വരികയാണ്. യു ആർ എ മണി മാഗ്നറ്റ്. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് പണം ഒഴുകി വരികയാണ്. കാരണം
സമ്പത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ സർവീസ് സ്വീകരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പണം സമൃദ്ധമായി തരികയാണ്. നിങ്ങൾ പഠിച്ച ജോലി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി 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 വരികയാണ്. കാരണം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സർവീസ് സ്വീകരിക്കാനും അതിന് സമ്പത്ത് തരാനും തയ്യാറുള്ള മനുഷ്യരുണ്ട്. അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സമ്പത്ത് ഒഴുകി 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 വരികയാണ്. പല വഴികളും നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരികയാണ്. അത് ഓൺലൈനിൽ പഠിപ്പിക്കലാവാം, ഓഫ്ലൈനിൽ പഠിപ്പിക്കലാവാം, തെറാപ്പി ചെയ്യലാവാം, ബിസിനസ് ചെയ്യലാവാം, ജോലി ചെയ്യലാവാം, എന്തുമാവട്ടെ പല വഴിയിലൂടെ സമ്പത്ത് നിങ്ങളിലേക്ക് വരികയാണ്. യു ആർ എൻജോയ് ബീയിങ് വെൽത്തി. നിങ്ങൾ സമ്പന്നയാവുന്നത് ആസ്വദിക്കുന്നു. പല മാർഗത്തിലൂടെ നിങ്ങളുടെ ബാങ്കിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നത് അറിയുക. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ, മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ സന്തോഷം ഒന്ന് മുഖത്തേക്ക് കൊണ്ടുവന്നേ. പല മാർഗത്തിലൂടെ സമ്പത്ത് കയറി വരുന്നത് കണ്ടേ. സമ്പത്ത് ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നത് കണ്ടേൻ. നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ആൾക്കാർ വരുന്നത് കണ്ടേൻ. നിങ്ങൾ പണത്തെ മാത്രമല്ല മനുഷ്യരെ ആകർഷിക്കുന്ന കാന്തമാണ്. പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്, മനുഷ്യരെ ആകർഷിക്കുന്ന കാന്തമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പരിഹാരമുണ്ട്. അവരുടെ ഏത് പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കഴിവുണ്ട്. ആ കഴിവിന് അവർ നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്. കിട്ടുന്ന സമ്പത്ത് നിങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തേടി പിടിച്ച് നിങ്ങൾ സുരക്ഷിതമായി ആ പണം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പണം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കാണുന്നു. മുമ്പിലെ വെള്ളം പോലെ സമൃദ്ധി നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. പല സോഴ്സിലൂടെ പണം വരികയാണ്. കാരണം നിങ്ങൾ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ സർവീസ് കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് പണം കൂടി കൂടി വരികയാണ്. സാവധാനം നിങ്ങളുടെ കൈയെടുത്ത് ആ തിണ്ടയിൽ വെച്ച് കൈ വെള്ളത്തിൽ മുട്ടിച്ചിരിക്കുക. സാവധാനം നിങ്ങളുടെ കൈ വെള്ളത്തിൽ മുട്ടി വെച്ചിരിക്കുക. സൈഡിൽ തിണ്ടയിൽ വെച്ച് കൈ മുട്ടിച്ചിരിക്കുക. സമ്പത്തിൻ്റെ തണുപ്പ് കാലിലൂടെയും കൈയിലൂടെയും നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത് അറിയുക. സമ്പത്തിൻ്റെ തണുപ്പ് കാലിലൂടെ കയറി വരുന്നു, കൈയിലൂടെ കയറി വരുന്നു. നിങ്ങളുടെ ഷോൾഡറുകൾ അഭിമാനം കൊണ്ട് ഉയർന്നു വരികയാണ്. സമ്പത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. യു ആർ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്. തണുപ്പ് പോലെ പണം കയറി വരികയാണ്. തണുപ്പ് പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലിമിറ്റിൻ്റെ ഈ തണുപ്പ് ചെന്നപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് മെൽറ്റ് ചെയ്തു പോകുന്നത് അറിയുക. നിങ്ങളുടെ കയ്യിലേക്ക് കാലിലേക്ക് നിങ്ങൾ പണം വരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല, എനിക്ക് ഇത്രയേ പറ്റൂ, എനിക്ക് കഴിയില്ല, എനിക്ക് ഇത്രയേ പറ്റൂ എന്നുള്ളതിനെ വെള്ളത്തിൽ ഉപേക്ഷിച്ചേൻ. ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് കളഞ്ഞേൻ. പമ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് കളഞ്ഞേൻ. പമ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് പോയി നോക്കിയേൻ. വിരലിൻ്റെ തുമ്പിലൂടെ, കാലിൻ്റെ വിരലിൻ്റെ തുമ്പിലൂടെ. യെസ്. പകരം വെള്ളത്തിൽ നിന്ന് സമൃദ്ധി എടുത്തേൻ. തണുപ്പുള്ളിലേക്ക് എടുത്തേൻ. സമൃദ്ധി കൂടി കൂടി വരികയാണ്. സമ്പത്ത് കൂടി കൂടി വരികയാണ്. ഓരോ നിമിഷം ചെല്ലും തോറും, ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ ശാരീരികമായും
മാനസികമായും വൈകാരികമായും ആധ്യാത്മികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട് വരികയാണ്. സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും അനന്തമായി തെളിഞ്ഞു വരുന്നതാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. സമ്പത്ത് വലുതാക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾ സമ്പത്തുള്ള ആളാണ്. നിങ്ങൾ സമ്പന്നനാണ്. നിങ്ങൾ സമ്പന്നയാണ്. സമ്പന്നനായ നിങ്ങളെ ഒന്ന് കണ്ടേൻ. സമ്പന്നത നിറഞ്ഞ നിങ്ങളെ കണ്ടേൻ. നിങ്ങളുടെ വാഹനം കണ്ടേൻ. അതിൽ അഭിമാനത്തോടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടേൻ. സന്തോഷത്തോടെ നിങ്ങളെ ഫാമിലിയായി മുന്നോട്ട് പോകുന്നത് കണ്ടേൻ. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിർത്തി കാണുന്നത് കണ്ടേൻ. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് കണ്ടേൻ. വാവ്! സമ്പത്ത് തണുപ്പ് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരികയാണ്. വെള്ളത്തിൻ്റെ തണുപ്പ് പോലെ സമൃദ്ധമായി വെള്ളം നമ്മുടെ ഉള്ളിലേക്ക്, തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. സമ്പത്ത് നമ്മുടെ കഴിവുകളാണ്. സമ്പത്ത് നമ്മുടെ ഭൂമിയാണ്. സമ്പത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. സമ്പത്ത് നമ്മുടെ സ്കില്ലുകളാണ്. അത് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ശ്രദ്ധിക്കുമ്പോൾ സമ്പന്നത കൂടി വരികയാണ്. കൈകളുടെ തണുപ്പ് പോലെ ശരീരത്തിലേക്ക് സമ്പത്തിൻ്റെ തണുപ്പ് കയറി വരികയാണ്. നിങ്ങൾ സമ്പത്തുള്ള വ്യക്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സ്വയം മനസ്സിനോടൊന്ന് അഭിനന്ദിച്ച്, ഐ എം എ റിച്ച് പേഴ്സൺ, ഐ എം എ റിച്ച് പേഴ്സൺ, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്. മനസ്സിൽ പറയുക, മണി മാഗ്നറ്റ്. പല സോഴ്സുകളിലൂടെ എന്നിലേക്ക് പണം വരികയാണ്. മെനി സോഴ്സ് എൻ്റെ ഉള്ളിലേക്ക് തുറന്നു വരികയാണ്. എൻ്റെ കഴിവുകളെ വിൽക്കാൻ എനിക്കറിയാം. ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്, ഐ എം റിച്ച്. കയറി വരുന്ന സന്തോഷത്തിനെ അറിയുക, തണുപ്പിനെ അറിയുക, സമ്പത്തിനെ അറിയുക. കാലിലൂടെ തണുപ്പ് ശരീരത്തിലേക്ക് കയറുന്നു. അതുപോലെ കയ്യിലൂടെ, കാലിലൂടെ, പ്രവൃത്തിയിലൂടെ സമ്പത്ത് നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞ് ഒഴുകി വരുന്നതായി കാണുക. നിങ്ങൾ ചുറ്റും ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നതായി കാണുക. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായി കാണുക. അവരതിനെ പേ ചെയ്യുന്നതായി കാണുക. നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണുക. അത് വളരുന്നത് കാണുക. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങളുടെ ഉള്ളിലേക്ക് സമ്പത്ത് ഒഴുകി വരികയാണ്. യു ആർ എ റിച്ച് പേഴ്സൺ, യു ആർ എ റിച്ച് പേഴ്സൺ, യു ആർ എ റിച്ച് പേഴ്സൺ, യു ആർ എ റിച്ച് പേഴ്സൺ. ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ അനന്തമായ സാധ്യത കാണുകയാണ്. ഹിപ്നോതെറാപ്പി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ദിവസവും വായിക്കാൻ 2 മണിക്കൂർ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ജനങ്ങൾ വിളിക്കുന്നു, ഹിപ്നോതെറാപ്പിസ്റ്റായി മാറിയിരിക്കുന്നു. തണുപ്പ് പോലെ നിങ്ങൾ ഹിപ്നോതെറാപ്പിസ്റ്റായി മാറിയിരിക്കുന്നു. സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. ഹിപ്നോതെറാപ്പിസ്റ്റ്, സമൃദ്ധി, വെള്ളം പോലെ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ സമ്പത്ത് ഒഴുകി വരികയാണ്. നിങ്ങൾ വളരെ തണുത്ത് കൂളായ അറിവുള്ള ഒരാളാണ്. ഹിപ്നോതെറാപ്പി എന്ന കൂൾനെസ് അനുഭവിക്കുക. ഹിപ്നോതെറാപ്പി എന്ന കൂൾനെസ് അനുഭവിക്കുക. ഹിപ്നോതെറാപ്പി എന്ന കൂൾനെസ് അനുഭവിക്കുക. യെസ്, ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്. യെസ്, ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്. മനസ്സിൽ പറയുക, യെസ്, ഹു ആം ഐ? ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്. ഹു ആം ഐ? ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്. ഹു ആം ഐ? ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്. ശാന്തതയിലേക്ക് വളരെ സമ്പന്നനായ വ്യക്തിയായി നിങ്ങളെ കാണുക. നിങ്ങളുടെ ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും എല്ലാം സമ്പത്തുണ്ട്. പണം ചെലവ് ചെയ്യുന്നതിലും സ്വീകരിക്കുന്നതിലും സമ്പന്നൻ്റെ മാർഗത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചത്. യു ആർ എ റിച്ച് പേഴ്സൺ, യു ആർ എ റിച്ച് പേഴ്സൺ. ഐ എം എ റിച്ച് പേഴ്സൺ, ഐ എം എ റിച്ച് പേഴ്സൺ, ഐ എം എ റിച്ച് പേഴ്സൺ. ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്. മനസ്സിൽ പറയുക, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്. നിങ്ങളൊരു സുഖകരമായ വിശ്രമാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഈ വിശ്രമാവസ്ഥയിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ എല്ലാ വാക്കുകളെയും സ്വീകരിച്ചിട്ടുണ്ട്.
ഇനി മുതൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. കാരണം നിങ്ങൾ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്, വളരെ ശക്തിയുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ കഴിവ് ഇത്രമേലുള്ളത് കൊണ്ട് നിങ്ങളുടെ കഴിവിന് ആൾക്കാർ പണം തന്ന് സ്വീകരിക്കുകയും ആ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വലുതാക്കുകയും നിങ്ങൾ സമ്പന്നതയിലേക്ക് സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1, 2, 3 എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണു തുറക്കാം. 1, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ എല്ലാ വാക്കുകളെയും സ്വീകരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു സമ്പത്തുള്ള വ്യക്തിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമ്പന്നത ആസ്വദിക്കുന്നു. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ എല്ലാ വാക്കുകളെയും സ്വീകരിച്ചുവെങ്കിൽ പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ശരീരം ചലിപ്പിക്കേണ്ട. കണ്ണുകൾ തുറക്കുക. വീണ്ടും കണ്ണടയ്ക്കുക. വീണ്ടും കണ്ണടയ്ക്കുക. ആ സമൃദ്ധിയുള്ള നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ആ സമൃദ്ധിയുള്ള വ്യക്തിനെ കണ്ടേൻ, നിങ്ങളെ തന്നെ കണ്ടേൻ. ആളുകൾ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടേ, നിങ്ങളുടെ കാറിനെ പറ്റി, നിങ്ങളുടെ വീടിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടേ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടേ, ആൾക്കാർ അഭിനന്ദനത്തോടു കൂടി നിങ്ങൾക്ക് പണം തരുന്നതൊന്ന് കണ്ടേ. ഓ, യു ആർ സോ ഗ്രേറ്റ്, യു ആർ സോ ഗ്രേറ്റ്, യു ആർ സോ ഗ്രേറ്റ്. പതുക്കെ 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 കണ്ണു തുറക്കുക. പതുക്കെ പതുക്കെ കണ്ണു തുറക്കുക. ഇടത് ഭാഗത്തേക്ക് കൈ ഒന്ന് നീട്ടുക, വലത് ഭാഗത്തേക്ക് കൈ നീട്ടുക. അപ്പോൾ ഒരു കൈ കിട്ടും അവിടെ. ഓക്കെ, കിട്ടിയില്ലോ അല്ലേ? സമ്പത്തിന്റെ ഒഴുക്ക് നമ്മുടെ കൈകളിലൂടെ മറ്റേ വ്യക്തിയിലേക്ക് പോകുന്നു കണ്ടേൻ. ആ വ്യക്തിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ ഒഴുക്ക് കണ്ടേൻ. ഇയാൾ കൂടിയുമായി ഞാൻ യോജിച്ച് നിൽക്കുകയാണ്. കാരണം ഇയാളിലൂടെ എനിക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും, ഇയാളിലൂടെ എനിക്ക് അറിവ് സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് നിന്ന് പലതും നേടാൻ കഴിയും. ഒരു എനർജിയുടെ ഒഴുക്ക് കണ്ടേ, നമ്മിലേക്ക് സമ്പത്ത് വരുന്നത് കണ്ടേ. സമൃദ്ധിയുടെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി പോകട്ടെ. ആ തണുത്ത കൈകളിലൂടെ ചൂടുള്ള ഊർജം വരുന്നത് കണ്ടേ. സമ്പന്നനായ നിങ്ങളെ കാണുക, സമ്പന്നത നിറഞ്ഞ് നിങ്ങളെ കാണുക. പതുക്കെ കൈകളെ പിൻവലിക്കുക. കണ്ണ് സാവധാനം തുറക്കുക. സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇടത് വലതും ഇരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ, നിങ്ങൾ സമ്പന്നൻ തന്നെ, റിച്ച് പേഴ്സൺ, സോ റിച്ച്, സോ റിച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ മനസ്സിൽ സമ്പത്ത് ഉണ്ടാവണം. ടാങ്കിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ ടാപ്പിൽ വരും. അതുപോലെ നമ്മുടെ മനസ്സിൽ സമ്പത്തുണ്ടെങ്കിൽ, സമൃദ്ധി ഉണ്ടെങ്കിൽ അത് നമ്മുടെ റിയൽ ലൈഫിൽ വരും. അങ്ങനെ മനസ്സിൽ സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങി ചെല്ലാനുള്ള എക്സസൈസാണ് ഇത്. ചെയ്ത് നോക്കൂ, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നൂറുകണക്കിന് ആൾക്കാരെ, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 24 വർഷത്തെ എൻ്റെ കൗൺസിലിംഗ് അനുഭവം അതാണ്. ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് 21 ദിവസം കഴിയുമ്പോൾ ആ മാറ്റം ഉണ്ടല്ലോ, അടിയിൽ വന്ന് എഴുത്. തുടർച്ചയായിട്ട് 21 ദിവസം ഒന്ന് കേട്ട് നോക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയല്ലേ, സമ്പത്ത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളെ മാറ്റും, ഉറപ്പ്, ഉറപ്പ്.